ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗത്താൽ ദിവസവും ഇഞ്ചക്ഷൻ വെക്കുന്ന കാലുകൾ കൊണ്ട് തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അതേ കുഞ്ഞു കാലുകൾ കൊണ്ട് താൻ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് പരിഹസിച്ചവരെ ആരാധകരാക്കി മാറ്റിയെങ്കിൽ അദ്ദേഹത്തിന് ഒരൊറ്റ പേരേയുള്ളൂ, കിങ് ലയണൽ മെസ്സി. 1987 ജൂൺ 24 അർജന്റീനയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ സ്റ്റീൽ ഫാക്ടറി തൊഴിലാളിയായിരുന്ന അച്ഛൻ്റെയും തൂപ്പുകാരിയായിരുന്ന അമ്മയുടെയും 4 മക്കളിൽ മൂന്നാമനായി പിച്ചവെച്ച കാലം മുതൽ ഫുട്ബോളിനോടുള്ള അതിയായ ഭ്രമം കൊണ്ട് മെസ്സി കളിച്ചു തുടങ്ങിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി തുണി കൊണ്ടുണ്ടാക്കി കൊടുത്ത പന്തുമായി അവൻ കളിച്ചു. അങ്ങനെ അവന് ഫുട്ബോൾ ജീവനായി മാറി. എന്നും ഒറ്റയ്ക്ക് എതിരാളികൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവൻ പന്തിന് പിറകെ ഓടി. തൻ്റെ ഫുട്ബോളിനോടുള്ള ഭ്രമം കണ്ട അച്ഛൻ അവന് ഫുട്ബോളിൽ നല്ല ഭാവി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. 5-ാം വയസ്സിൽ തൻ്റെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു പ്രാദേശിക ക്ലബിൽ ചേർന്ന് മെസ്സി കളിക്കാൻ തുടങ്ങി. സ്കൂളിലെ മറ്റ് കുട്ടികളേക്കാൾ ശാരീരികമായ വളർച്ച ഇല്ലാഞ്ഞിട്ടും സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ മെസ്സി കേമനായിരുന്നു. കളിക്കളത്തിൽ ആർക്കും പിടികൊടുക്കാതെ എതിരാളികളെ വെട്ടിച്ചുകൊണ്ട് അവൻ പന്തുമായി മുന്നേറി. അന്നേരം അവൻ്റെ കളിമികവ് കണ്ട് എല്ലാവരും അമ്പരന്നു. അങ്ങനെയിരിക്കെ 10-ാമത്തെ വയസ്സിൽ തൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ മരണം അവനെ മാനസികമായി തളർത്തി. കുറേ ദിവസങ്ങളോളം അവൻ ഫുട്ബോൾ കളിച്ചില്ല. എന്നാൽ തന്നെ ഫുട്ബോൾ കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന മുത്തശ്ശിക്ക് വേണ്ടി അവൻ വീണ്ടും കളത്തിൽ ഇറങ്ങി. കളിക്കളത്തിൽ മറ്റു കളിക്കാരെക്കാളും ഉയരമില്ലാഞ്ഞിട്ടും തൻ്റെ അത്ഭുതകരമായ കളിമികവ് കൊണ്ട് എല്ലാവരെയും അതിശയപ്പെടുത്തി. 1995 അർജന്റീനയിലെ ഒരു പ്രാദേശിക ക്ലബ്ബായ ന്യൂവൽസ് ഓൾഡ് ബോയ്സിൽ ചേർന്നു. അങ്ങനെയിരിക്കെ തൻ്റെ 11-ാം വയസ്സിൽ തനിക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം ഉണ്ടെന്ന് കണ്ടെത്തി. ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണിൻ്റെ ഉൽപാദനക്കുറവാണ് ഈ രോഗം. തൻ്റെ രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് ഓരോ മാസവും $900 വേണമായിരുന്നു. പക്ഷെ തൻ്റെ കുടുംബത്തിന് ചികിത്സയ്ക്ക് വേണ്ടി അത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ തൻ്റെ ഫുട്ബോളർ എന്ന സ്വപ്നം അസ്തമിക്കാൻ തുടങ്ങി. ഒരു ഫുട്ബോളറിന് വേണ്ടിയുള്ള ശാരീരികമായ വളർച്ചയും ആരോഗ്യവും അവനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല രാത്രികളിലും എനിക്ക് ഫുട്ബോളർ ആവാൻ കഴിയില്ല എന്നോർത്ത് വിഷമിച്ച് കരഞ്ഞു തീർത്തു. താൻ കളിച്ചുകൊണ്ടിരുന്ന ന്യൂവൽസ് ഓൾഡ് ബോയ്സ് ക്ലബ് ചികിത്സയ്ക്ക് വേണ്ടി പണം നൽകാൻ തയ്യാറായില്ല. അർജന്റീനയിലെ ഒരു പ്രമുഖ ക്ലബ്ബായിരുന്ന റിവർ പ്ലേറ്റിന് മെസ്സിയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിലും ചികിത്സക്കാവശ്യമായ പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാർസലോണയുടെ പരിശീലകൻ മെസ്സിയുടെ കഴിവിനെ പറ്റി നല്ല ബോധവാനായിരുന്നു. അങ്ങനെ മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിന് ശേഷം അവർ മെസ്സിയുമായി കരാറിൽ ഏർപ്പെട്ടു. താൻ സ്പെയിനിലേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം ക്ലബ്ബ് ഏറ്റെടുത്തോളാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം മകൻ്റെ ഭാവിക്ക് വേണ്ടി യൂറോപ്പിലേക്ക് കുടിയേറി. ബാർസലോണയുടെ യൂത്ത് ക്ലബ്ബിൽ കളിച്ചു തുടങ്ങിയ മെസ്സി അങ്ങനെ 2003 നവംബർ 13 പോർട്ടോയുമായുള്ള സൗഹൃദ മത്സരത്തിലൂടെ തൻ്റെ 16-ാം വയസ്സിൽ ആദ്യ ഔദ്യോഗിക മത്സരം കളിച്ചു. തുടർന്ന് 2004 ഒക്ടോബർ 16 തൻ്റെ 17-ാമത്തെ വയസ്സിൽ ആദ്യ ലീഗ് മാച്ച് കളിച്ചു. ആ മത്സരത്തോടുകൂടി ബാർസലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ കളിക്കാരനായി മെസ്സി മാറി. 2004 ജൂണിൽ പരാഗയ്ക്കെതിരെ നടന്ന ഒരു അണ്ടർ-20 സൗഹൃദ മത്സരത്തിലൂടെയാണ് അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി മെസ്സിയുടെ അരങ്ങേറ്റം. 2005 ഫിഫ വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിലെ 2 ഗോളടക്കം 6 ഗോളുകൾ നേടി അദ്ദേഹം ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററായി മാറി. പിന്നീട് അർജന്റീനൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറി മെസ്സി. 22-ാം വയസ്സിൽ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടി. 24-ാം വയസ്സിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് മെസ്സി തകർത്തു. ഓരോ ഫുട്ബോളറും കൊതിക്കുന്ന പുരസ്കാരമായ ബാലൻ ദോർ
6 തവണ നേടിയ ഒരേ ഒരു മനുഷ്യൻ. അങ്ങനെ നിരവധി റെക്കോർഡുകൾ തൻ്റെ പേരിൽ കുറിച്ച് ലോകത്തിലെ മികച്ച കളിക്കാരിൽ ഒരാളായി മാറി മെസ്സി. 2007 പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സകൾക്കും പഠനങ്ങൾക്കും വേണ്ടി ലിയോ മെസ്സി ഫൗണ്ടേഷൻ തുടങ്ങി. അങ്ങനെ നിരവധി കുട്ടികൾക്ക് തണലായി മാറിയ മെസ്സി. ഈ നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ്. ഒരു പക്ഷേ മെസ്സി എന്ന ആ പയ്യൻ തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മെസ്സി എന്ന ഇതിഹാസം ജനിക്കില്ലായിരുന്നു.